സജി വീട്ടിലേക്ക് പോവാണോ? ഈ രാത്രി ഇതാണ് എന്റെ വീട്. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. ഇപ്പോൾ ഭേദമായി തോന്നുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷനും മെഡിസിനും റിയാക്ട് ചെയ്യുന്നുണ്ട്. രാത്രി വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. രാത്രി വല്ല പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പഠിക്കരുതേ. ഡോക്ടറും ഉണ്ട്, നഴ്സും ഉണ്ട്. നമുക്ക് വേണ്ടത് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇനി രാവിലെ നോക്കാം. ഓക്കെ. മേജർ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി. ഐ ലവ് യു ദേവു. എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും എന്നെ വിശ്വസിക്കാം. നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോവാം. ഇണക്കുരുവികളെ പോലെ പറന്ന് 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 ദൂരെ ദൂരെ ദൂരേക്ക് പോവാം. ഈ സമയത്താണോ ദേവു ഫോണൊക്കെ എടുക്കുന്നത്? ചുമ്മാ. ഇത്ര മനോഹരമായ സമയത്ത് ആരെ ഈ ശല്യപ്പെടുത്താൻ വരുന്നത്? എവിടേക്ക് സാറിനെ കൊണ്ടുവന്ന്? നിനക്ക് സജിയെ കാണണ്ടേ? അതെ. അതിന് പക്ഷെ സജി അവന്റെ വീട്ടിലേക്ക് പോയതാണല്ലോ. എന്ന് നീ വിശ്വസിക്കുന്നുണ്ടാവും. അവനിപ്പോ എവിടെയാണെന്ന് നിനക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാം. അതിനാണ് നിന്നെ ഇപ്പൊ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. കാര്യമല്ലേ? ആരണോ ആ സമയത്ത്? ആ കിളവഞ്ചത്തെ കാര്യം വല്ലവരും പറയാമെന്നായിരിക്കും. ഞാൻ പോയി നോക്കിയിട്ട് വരാടി എന്റെ ദേവൂട്ടി. സജി, ആരാ വന്നത്? കാണ് കാണ്, കൺകുളിർക്ക കാണ്. നിന്റെ പ്രിയപ്പെട്ട കാമുകൻ ഇതാ നിൽക്കുന്നു. കാണ്. നിന്റെ കൺമുമ്പിൽ വെച്ച് വേണം എനിക്ക് ഇവനെ വകവരുത്താൻ. നിന്നെ സാക്ഷിയാക്കി. ചതിച്ചുവല്ലേ? സജി, സജി വേണ്ട. സജി, സജി വേണ്ട. സജി, സജി.
അയ്യോ, സജി വേണ്ട. നിനക്കെന്നെ കൊല്ലണമല്ലേ? നീ ഇന്ന് തീരും. നീ ഇന്ന് തീരും. സജി വേണ്ട, വേണ്ട. നാളെ ലോകം അറിയാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പറയാം. മേജർ ദേവയാനിയെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം അയാൾ അവളുടെ ശരീരം കാറിലെടുത്തിട്ട് കാർ ഓടിച്ചു പോയി. ചുരത്തിൽ നിന്ന് താഴെ വണ്ടി കൊക്കയിലേക്ക് ചാടിച്ച് ആത്മഹത്യ ചെയ്തു. ഇതാണ് നിനക്കറിയാവുന്ന കാര്യം. മനസ്സിലായോടെ? മാറി. പ്ലീസ് എന്നെ രക്ഷിക്കണം, സാർ എന്നെ രക്ഷിക്കണം പ്ലീസ്. ഇത് അവരുടെ വണ്ടിയാ. അവൻ തന്നെയാ വണ്ടി ഓടിക്കുന്നത്. സജി. സജി ജോസഫ് അല്ലേ? അതെ. ഇറങ്ങടാ. ഇറങ്ങ. Take him. വേഗം. വണ്ടി ഹോസ്പിറ്റലിലേക്ക് എടുക്ക്. അത് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് കൈപൊക്കിയത്. അത് കിട്ടിയപ്പോഴേ. അല്ല, എല്ലാരും കൂടി ഓരോ ഗ്ലാസ് ചായ എടുക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട. ഇന്ന് സന്തോഷമുള്ള ദിവസം. അതെ. പിന്നെ നിങ്ങൾ ആ കുട്ടിയോടും ചോദിക്കാനും പറയാനും പോണ്ട. അവക്കൊരു തെറ്റ് പറ്റി. അത് തിരിച്ചറിഞ്ഞപ്പോൾ അവള് ചേട്ടന്റെ കൂടെ തിരിച്ചു വരികയും ചെയ്യും. അത്ര കണക്കാക്കിയാ മതി. ഞാനങ്ങോട്ട്. വിഷ്ണു, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നെ വിശ്വസിക്കണം. എൻ്റെ പെങ്ങൾക്കൊരു തെറ്റുപറ്റി. പക്ഷേ അവളുടെ ജീവിതവും മാനവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവൾ പരിശുദ്ധയാണ്. എനിക്ക് ഗായത്രി ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ വിളിക്കാം. അമ്മേ. എന്താ മോനെ? അമ്മേ, വിഷ്ണുവിന് ഗായത്രി ഒന്ന് കാണണമെന്ന് പറയുന്നു. വിഷ്ണു കാണണമെന്ന് പറഞ്ഞു. അവളെ ഒന്ന് വിളിച്ചോണ്ട് വാ. ഗായത്രി മോളെ. ഞാൻ പറഞ്ഞിരുന്നില്ലേ PSC ടെസ്റ്റ് എഴുതിയിരുന്ന കാര്യം. സെലക്ഷൻ കിട്ടി. കുറച്ച് ദൂരെയാ. ഉടനെ ജോയിൻ ചെയ്യണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അടുത്ത ആഴ്ച ഞാൻ വീട്ടുകാരെയും കൂട്ടി പെണ്ണന്വേഷിക്കാൻ വന്നോട്ടെ? സി മേജർ ശ്രീ, സർക്കാരിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഹൗ ഡു യു ഫീൽ നൗ? തീർച്ചയായും നമ്മുടെ റിക്വസ്റ്റ് പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ സൂപ്പർ. കം. വയസ്സുകാലത്തൊരു പ്രണയം
അതിൻ്റെ ഒരു ട്രാജിക് എൻഡ്. എന്തിനായിരുന്നടോ ഇതൊക്കെ? ആ കുട്ടി എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. പിന്നെ ചാപ്റ്റർ ക്ലോസ്ഡ്. ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിലാപകാവ്യം ഒന്നും എഴുതണ്ട. ലുക്ക്, എനിക്ക് എൻ്റെ ഫാമിലിയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ദേ ആർ വെൽ സെറ്റിൽഡ്. ഐ എം ഫ്രീ നൗ ആൻഡ് യു ആർ ഓൾസോ ഫ്രീ നൗ. യെസ്, ഇനി നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലി എന്ന് പറയുന്നത് ഈ രാജ്യവും ഇവിടുത്തെ 130 കോടി ജനങ്ങളുമാണ്. ഐ അഗ്രി വിത്ത് യു. എടോ, വീടിൻ്റെ മുന്നിലും പിന്നിലും കള്ളന്മാർ പാത്തും പതുങ്ങിയിരിക്കുമ്പോൾ എങ്ങനെയാടോ ആ വീട്ടിൽ നമുക്കൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്? ദൈവസന്നിധി പോകാൻ വേണ്ടി മരണം വരിക്കാൻ കാത്തിരിക്കുന്നവരാണവർ, ഭ്രാന്തന്മാർ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഈ മണ്ണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. യെസ് സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. നല്ല ചൂടോടെ ഒരു കപ്പ് ചായ. ഇപ്പൊ ശരിയാക്കി തരാടോ. താനിരിക്കേ.